ഹലോ അസ്സലാമു അലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റംസാനൊക്കെ അല്ലേ, നമുക്കൊരു വെറൈറ്റി ലെമൺ ജ്യൂസ് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ അത് ബ്രസീലിയൻ ലെമൺ ജ്യൂസാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനാദ്യം തന്നെ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ കട്ട് ചെയ്ത് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ്, കുരു തീരെ പെടാൻ പാടില്ല കേട്ടോ. കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നവരായിരിക്കും. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇനി ഇതിലോട്ടൊരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കണ്ട് ക്രഷ് ചെയ്തെടുക്കണം. നല്ല അരയേണ്ട ആവശ്യമില്ല, ഒന്നുകൊണ്ട് ക്രഷ് ചെയ്താൽ മതി. അങ്ങനെ ഒന്നുകൊണ്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഇത് നല്ലോണം അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം യൂസ് ചെയ്ത ജാറിലോട്ട് തന്നെ വീണ്ടും ഒഴിക്കണം കേട്ടോ ഈ വെള്ളം. ഇനി ഇതിലോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വെറൈറ്റി ആയി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇനി ഇത് അടിച്ച് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് വരാം. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ബ്രസീലിയൻ ലെമൺ ജ്യൂസ്. ഇനി വേണ്ടവർക്ക് ഇതിൽ കസ്കസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഐസ്ക്രീമിൻ്റെ അതോ ഒരു കരിമ്പി ജ്യൂസിൻ്റെ എന്താന്ന് പറയാൻ വയ്യ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു തണുപ്പുമാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന നേരത്ത് ഇങ്ങനെയൊക്കെ ഒരു ലൈമാണെങ്കിൽ നല്ല ഉഷാറായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ വെക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതിന് ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.